എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ CGL എക്സാമിന് വേണ്ടിയിട്ട് 2020 മുതൽ 24 ആയി ചോദിച്ചിട്ടുള്ള സ്റ്റാറ്റിക് GK എന്ന് പറയുന്ന പോർഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സീരീസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സിൽ പറയുന്ന പോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡ്യൂറേഷൻ എത്രയാണോ ആ ടൈമിൽ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നതിനെ കൂടെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പിന്നീടുള്ള ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: മോഹിനിയാട്ടം ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ട്രഡീഷണൽ ഡാൻസ് സ്റ്റൈൽ? അപ്പോൾ ഏത് ട്രഡീഷണൽ ഡാൻസ് സ്റ്റൈലുമായിട്ടാണ് മോഹിനിയാട്ടം അസോസിയേറ്റ് ചെയ്യുന്നത്? ഓക്കെ, 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ മോഹിനിയാട്ടം അസോസിയേറ്റ് ചെയ്യുന്നത് ഏത് ട്രഡീഷണൽ ഡാൻസ് സ്റ്റൈലുമായിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ലാസ്യ സ്റ്റൈലാണ്. ഓക്കെ, മോഹിനിയാട്ടം ഏത് ഡാൻസ് സ്റ്റൈലുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു? അതിന് ആൻസർ ലാസ്യ സ്റ്റൈൽ. ഇനിയുണ്ടല്ലോ, ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു, ഈ മോഹിനിയാട്ടത്തെ പറ്റി പറഞ്ഞിട്ടുള്ള ഏൻഷ്യന്റ് ടെക്സ്റ്റ് ഏതാണ്? ഓക്കെ, മോഹിനിയാട്ടത്തെ പറ്റി പറഞ്ഞിട്ടുള്ള ഏൻഷ്യന്റ് ടെക്സ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ വ്യവഹാരമാല. കേട്ടോ, ഇതാണ് വ്യവഹാരമാല. അപ്പൊ ഏൻഷ്യന്റ് ടെക്സ്റ്റ് ആയിട്ടുള്ള മോഹിനിയാട്ടത്തെ പറ്റി പറയുന്ന ബുക്ക് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഏതാണ്? വ്യവഹാരമാല. അപ്പൊ ഇങ്ങനെ ഓർക്കുക, മോഹിനിയാട്ടവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ട്രഡീഷണൽ ഡാൻസ് സ്റ്റൈലാണ് ലാസ്യ സ്റ്റൈൽ എന്ന് പറയുന്നത്. മോഹിനിയാട്ടത്തെ പറ്റി പറഞ്ഞിട്ടുള്ള ഏൻഷ്യന്റ് ടെക്സ്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ വ്യവഹാരമാല. ആ 2 പോയിന്റ് ഓർക്കാമല്ലോ. ഇനിയുണ്ടല്ലോ, ഈ മോഹിനിയാട്ടവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ 2023-24 വർഷങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു 3 ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്: there are dash hand gestures in മോഹിനിയാട്ടം which are mainly adopted from ഹസ്തലക്ഷണ ദീപിക ടെക്സ്റ്റ്. അതായത് മോഹിനിയാട്ടം ഡാൻസ് ഫോമിൽ എത്ര ഹാൻഡ് ജസ്റ്റേഴ്സ് ആണുള്ളത്? ഇത് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ഇറ്റ് ഈസ് മെയിൻലി അഡോപ്റ്റഡ് ഫ്രം ഹസ്തലക്ഷണ ദീപിക ടെക്സ്റ്റ്. അപ്പൊ ഹസ്തലക്ഷണ ദീപിക ടെക്സ്റ്റിൽ നിന്നും അഡോപ്റ്റ് ചെയ്ത എത്ര ഹാൻഡ് ജസ്റ്റേഴ്സ് ആണ് നമ്മുടെ മോഹിനിയാട്ടം ഡാൻസ് ഫോമിലുള്ളത്? എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 24. There are 24 hand gestures in മോഹിനിയാട്ടം which are mainly adopted from ഹസ്തലക്ഷണ ദീപിക ടെക്സ്റ്റ്. അടുത്തെന്ന് പറയുന്നത് ഇങ്ങനെയാണ്: മോഹിനിയാട്ടം ഡാൻസ് ഫോം ഇമോട്സ് എ പ്ലേ ത്രൂ ഡാൻസിങ് ആൻഡ് സിംഗിങ് where the song is customarily in which language? മോഹിനിയാട്ടം ഡാൻസില്ലേ, അപ്പോൾ അതിന് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ സോങ് അത് ഏത് ലാംഗ്വേജിലാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏത് ലാംഗ്വേജിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മണിപ്രവാള. ഏത് ലാംഗ്വേജിലാണുള്ളത്? മണിപ്രവാള ലാംഗ്വേജിലാണുള്ളത്. ഓക്കെ, മോഹിനിയാട്ടം ഡാൻസിലെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ സോങ് എന്ന് പറയുന്നത് ഏത് ലാംഗ്വേജിലാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ഏത് ലാംഗ്വേജിലാ? മണിപ്രവാള ലാംഗ്വേജിലാണുള്ളത്. അതുപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്: മോഹിനിയാട്ടം ഡാൻസ് ഈസ് പെർഫോംഡ് ബൈ എ വുമൺ ഇൻ ഓണർ ഓഫ് ഹിന്ദു ഗോഡ് ഡാഷ് ഇൻ ഹിസ് ഇൻകാർണേഷൻ ആസ് ദി എൻചാൻട്രസ് മോഹിനി. മോഹിനിയാട്ടം ഡാൻസ് ഫോം ഈസ് പെർഫോംഡ് ബൈ ദ വുമൺ ഇൻ ഓണർ ഓഫ് ഹിന്ദു ഗോഡ് വിഷ്ണു. ഹിന്ദു ഗോഡ് വിഷ്ണു. അപ്പൊ ആ 3 ക്വസ്റ്റ്യൻസ് ഓർക്കാമല്ലോ. നമ്മുടെ ഹസ്തലക്ഷണ ദീപിക ടെക്സ്റ്റിൽ നിന്നും അഡോപ്റ്റ് ചെയ്തിട്ടുള്ള എത്ര ഹാൻഡ് ജസ്റ്റേഴ്സ് ആണ് മോഹിനിയാട്ടത്തിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 24 ഹാൻഡ് ജസ്റ്റേഴ്സ് ആണ്. മോഹിനിയാട്ടം ഡാൻസ് ഫോമിലെ ആ ബാക്ക്ഗ്രൗണ്ട് സോങ് ഏത് ലാംഗ്വേജിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മണിപ്രവാള ലാംഗ്വേജിലാണ്. ആൻഡ് മോഹിനിയാട്ടം ഡാൻസ് ഫോം ഈസ് പെർഫോംഡ് ബൈ വുമൺ ഇൻ ഓണർ ഓഫ് ഹിന്ദു ഗോഡ് വിഷ്ണു. ഓക്കെ, ദെൻ അടുത്തത്: ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഈസ് ചൂഫാറ്റ് ഡാൻസ് അസോസിയേറ്റഡ്? അപ്പൊ ചൂഫാറ്റ് ഡാൻസ് ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തു? ചൂഫാറ്റ് ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ സിക്കിമാണ്. കേട്ടോ, ചൂഫാറ്റ് ഡാൻസ് ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ സിക്കിം. മൗണ്ട് കാഞ്ചൻജംഗയെ ഓണർ ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ഏത്? ചൂഫാറ്റ് എന്ന് പറയുന്നത്. മൗണ്ട് കാഞ്ചൻജംഗയെ ഓണർ ചെയ്തുകൊണ്ട് പെർഫോം ചെയ്ത ഡാൻസ് ആണ് ഏത്? ചൂഫാറ്റ് എന്ന് പറയുന്നത്. ചൂഫാറ്റ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സിക്കിമിലാണ്. കഴിഞ്ഞില്ല, എഗെയിൻ ക്വസ്റ്റ്യൻ വന്നു: ഈ ചൂഫാറ്റ് ഡാൻസ് പെർഫോം ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണ്? ചൂഫാറ്റ് ഡാൻസ് പെർഫോം ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ലെപ്ച കമ്മ്യൂണിറ്റിയാണ്. കേട്ടോ, ചൂഫാറ്റ് ഡാൻസ് പെർഫോം ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണ്?
ലെപ്ച കമ്മ്യൂണിറ്റിയാണ്. ഈ ലെപ്ച കമ്മ്യൂണിറ്റി തന്നെ സിക്കിമിൽ പെർഫോം ചെയ്യുന്ന മറ്റൊരു ഡാൻസ് ആണ് ഏതെന്ന് പറയുന്നത് സോമാൽ ലോക്ക് എന്ന് പറയുന്നത്. സോമാൽ ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ 2-5 ഡാൻസ് എവിടെയാണെന്ന് വെച്ചാൽ ഇതിന് ആൻസർ സിക്കിമില്. ഇത് പെർഫോം ചെയ്യുന്ന കമ്മ്യൂണിറ്റി ലെപ്ച കമ്മ്യൂണിറ്റിയാണ്. ലെപ്ച കമ്മ്യൂണിറ്റി തന്നെ പെർഫോം ചെയ്യുന്ന മറ്റൊരു ഇവന്റ് ആണ്, മറ്റൊരു ഡാൻസ് ആണ് സോമാൽ ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സിക്കിമിൽ തന്നെ പെർഫോം ചെയ്യുന്ന മറ്റൊരു ഡാൻസ് ഫോം ആണ് ലിംബു ഡാൻസ്. ഇതാണ് ലിംബു ഡാൻസ്. അപ്പൊ ലിംബു ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ സിക്കിം. ഈ ലിംബു ഡാൻസിന്റെ സമയത്ത് അവരെ നെക്കിലൂടെ വിയർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് എന്ത്? ചാപ്പ് ബ്രങ്. ഓക്കെ, അപ്പൊ ലിംബു ഡാൻസ് എവിടെയാണ്? സിക്കിമില്. ഈ ലിംബു ഡാൻസിന്റെ സമയത്ത് നെക്കിലൂടെ വിയർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ഇത് ചാപ്പ് ബ്രങ് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഓർക്കുക കഗെയ്ദ് ഡാൻസ്. ഏതാണ്? കഗെയ്ദ് ഡാൻസ്. കഗെയ്ദ് ഡാൻസ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ സിക്കിമിലാണ്. കഗെയ്ദ് ഡാൻസ് ഏത് മന്ത് ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നത് വെച്ചാൽ അതിന് ആൻസർ ഡിസംബർ മന്ത്. അതും എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത്രയും ഫാക്റ്റുകൾ പഠിക്കണം. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരട്ടെ, ശ്രദ്ധിച്ചിരിക്കുമല്ലേ? ചൂഫാറ്റ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ സിക്കിം. മൗണ്ട് കാഞ്ചൻജംഗയെ ഓണർ ചെയ്തുകൊണ്ട് സിക്കിമിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ആണ് ചൂഫാറ്റ്. ചൂഫാറ്റ് ഡാൻസ് പെർഫോം ചെയ്യുന്ന കമ്മ്യൂണിറ്റി ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ലെപ്ച കമ്മ്യൂണിറ്റി. ഈ ലെപ്ച കമ്മ്യൂണിറ്റി തന്നെ സിക്കിമിൽ പെർഫോം ചെയ്യുന്ന മറ്റൊരു ഡാൻസ് ആണ് സോമാൽ ലോക്ക് എന്ന് പറയുന്നത്. അപ്പൊ അറിയുക ലിംബു ഡാൻസ് എവിടെയാണ്? സിക്കിമില്. ഈ ലിംബു ഡാൻസിന്റെ സമയത്ത് നെക്കിലൂടെ വിയർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് എന്താ? ചാപ്പ് ബ്രങ് എന്ന് പറയുന്നത്. അതോടെ ഓർക്കുക കഗെയ്ദ് ഡാൻസ് എവിടെയാണ്? സിക്കിമില്. ഈ കഗെയ്ദ് ഡാൻസ് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സിക്കിമില്. ഈ ഡാൻസ് പെർഫോം ചെയ്യുന്നത് ഏത് മാസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഡിസംബർ മന്തിലാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ SSC CGL ക്രാഷ് കോഴ്സ് നമ്മുടെ ദിശ ലേണിംഗ് ആപ്പ് വഴി അവൈലബിൾ ആണ്. നമ്മുടെ കോഴ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 1999 രൂപ മാത്രമാണ്. നിങ്ങൾക്ക് 8 hours പ്ലസ് ലൈവ് സെക്ഷൻ ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ 350+ റെക്കോർഡ് സെക്ഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഈ പഠിത്തത്തിൽ കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. അത് മാത്രമല്ല അഡ്വാൻസ് ടോപ്പിക്കിന്റെയും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസിന്റെയും ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ ഈ താഴെ കാണുന്ന നമ്പർ ആയിട്ടുള്ള 8075753676 എന്ന് പറയുന്ന നമ്പറിലോ 7012615062 എന്ന് പറയുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. വിച്ച് ഫേമസ് സന്തൂർ പ്ലെയർ വാസ് ഓണേർഡ് വിത്ത് ഉസ്താദ് ഹാഫിസ് അലി ഖാൻ അവാർഡ് ഇൻ 1998? അപ്പൊ 1998 ഉസ്താദ് ഹാഫിസ് അലി ഖാൻ അവാർഡ് ലഭിക്കുന്ന സന്തൂർ പ്ലെയർ ആരാണ്? 1998 ഉസ്താദ് ഹാഫിസ് അലി ഖാൻ അവാർഡ് ലഭിക്കുന്ന സന്തൂർ പ്ലെയർ ആരാണ്? അതാരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. 1 സെക്കൻഡ്. ഓക്കെ, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയ്ക്ക് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്ന വർഷം അത് 1986. ഓക്കെ, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയ്ക്ക് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്ന വർഷം അത് 1986. പത്മശ്രീ ലഭിക്കുന്ന വർഷം അത് 1991. അതായത് സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ച ഒരു 5 yearsന് ശേഷം 5 വർഷങ്ങൾക്ക് ശേഷം ശിവകുമാർ ശർമ്മയ്ക്ക് പത്മശ്രീ ലഭിക്കുന്നുണ്ട് ഇൻ ദ ഇയർ 1991. പത്മശ്രീ ലഭിച്ച ഒരു 10 വർഷങ്ങൾക്ക് ശേഷം പത്മ വിഭൂഷൺ ലഭിക്കുന്നുണ്ട്. വർഷം എന്നാണ് 2001. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. 1998 ഹാഫിസ് അലി ഖാൻ ഉസ്താദ് ഹാഫിസ് അലി ഖാൻ അവാർഡ് ലഭിക്കുന്ന സന്തൂർ പ്ലെയർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഇത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വെച്ചാൽ അതിന് ആൻസർ സന്തൂർ ആണ്. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയ്ക്ക് 1986 സംഗീത നാടക അക്കാദമി അവാർഡ്. ആഫ്റ്റർ 5 years 1991 പത്മശ്രീ. ആഫ്റ്റർ 10 years 2001 പത്മ വിഭൂഷണം ലഭിക്കുന്നു. ഓക്കെ, ഇനി അറിയാം സന്തൂറിനെ ഒരു പോപ്പുലർ ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റുന്ന ആര് തന്നെയാണ്? പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ തന്നെയാണ്.
പണ്ഡിറ്റ് ശിവാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫി മുൻ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജേർണി വിത്ത് എ 100 സ്ട്രിംഗ്, ജേർണി വിത്ത് എ 100 സ്ട്രിങ്സ്, മൈ ലൈഫ് ഇൻ മ്യൂസിക്. ജേർണി വിത്ത് എ 100 സ്ട്രിംഗ്, മൈ ലൈഫ് ഇൻ മ്യൂസിക് എന്നുള്ളത് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ്? പണ്ഡിറ്റ് ശിവാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫിയാണ്. നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്? ഒരിക്കൽ കൂടി പറയുന്നു. ഉസ്താദ് ഹാഫിസ് അലി ഖാൻ അവാർഡ് 1998 ലഭിക്കുന്നത് പണ്ഡിറ്റ് ശിവാർ ശർമ്മ. സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. സന്തൂറിനെ ഇത്ര പോപ്പുലർ ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റുന്നതിന് മേജർ റോൾ വഹിച്ചതും പണ്ഡിറ്റ് ശിവാർ ശർമ്മ തന്നെയാണ്. 1986 സംഗീത നാടക അക്കാദമി അവാർഡ്, അത് ലഭിച്ച ആഫ്റ്റർ 5 ഇയേഴ്സ് 1991 പത്മശ്രീ, ആഫ്റ്റർ 10 ഇയേഴ്സ് 2001 പത്മവിഭൂഷൺ ലഭിക്കുന്നു. പണ്ഡിറ്റ് ശിവാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫിയാണ് ജേർണി വിത്ത് എ 100 സ്ട്രിംഗ്, മൈ ലൈഫ് ഇൻ മ്യൂസിക്. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അരവിന്ദ് പരീഖ്, എ പത്മഭൂഷൺ അവാർഡി, പ്ലേസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. അരവിന്ദ് പരീഖ് ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? അതാണ് ക്വസ്റ്റ്യൻ. അരവിന്ദ് പരീഖ് ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സിത്താറാണ്. ഓക്കെ, അരവിന്ദ് പരീഖ് ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ സിത്താർ. നിങ്ങൾക്കറിയാം സിത്താർ മാസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ സിത്താറിൽ ഫേമസ് ആയിട്ടുള്ള ആളാണ് പണ്ഡിറ്റ് രവിശങ്കർ. സിത്താറിൽ ഫേമസ് ആയിട്ടുള്ള ആളാണ് പണ്ഡിറ്റ് രവിശങ്കർ. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്, ഒന്നുകൂടി കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ സിത്താർ. ദെൻ പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 1999 ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ്? 1999 ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ഗ്രാമി അവാർഡ്. ഗ്രാമി അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ആൻസർ ആരാണ്? പണ്ഡിറ്റ് രവിശങ്കർ ആണ്. അപ്പൊ ഓർക്കുക, പണ്ഡിറ്റ് രവിശങ്കർ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം 1999 ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഗ്രാമി അവാർഡ്. ഗ്രാമി അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ആൻസർ പണ്ഡിറ്റ് രവിശങ്കർ ആണ്. പണ്ഡിറ്റ് രവിശങ്കറിന് ഗ്രാമി അവാർഡ് നേടിക്കൊടുക്കുന്ന ആൽബമാണ് ഏതെന്ന് പറയുന്നത്? വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഏതാണ്? വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞില്ല, എഗെയിൻ ക്വസ്റ്റ്യൻ വന്നു. പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഗുരു ആരാണ്? എല്ലാ പോയിന്റും നോട്ട് ചെയ്യണേ. പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഗുരു ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ അലാവുദ്ദീൻ ഖാൻ ആണ്. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഗുരു ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ അലാവുദ്ദീൻ ഖാൻ ആണ്. ഓക്കെ, ദെൻ പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഓട്ടോബയോഗ്രഫി ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മൈ ലൈഫ് മൈ മ്യൂസിക്. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഓട്ടോബയോഗ്രഫി ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ മൈ ലൈഫ് മൈ മ്യൂസിക് എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞത്, നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. അരവിന്ദ് പരീഖ് ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സിത്താറാണ്. നമ്മളവിടെ പറഞ്ഞു സിത്താർ മാസ്റ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് പണ്ഡിറ്റ് രവിശങ്കർ. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം അത് 1999 ഫസ്റ്റ് ഇന്ത്യൻ ടു ഗെറ്റ് ഗ്രാമി അവാർഡ്. ഗ്രാമി അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ പണ്ഡിറ്റ് രവിശങ്കർ ആണ്. ഏതിനാണ്? വെസ്റ്റ് മീറ്റ്സ് ഈസ്റ്റ്. പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഗുരുവാണ് അലാവുദ്ദീൻ ഖാൻ എന്ന് പറയുന്നത്. പണ്ഡിറ്റ് രവിശങ്കറിന്റെ ഓട്ടോബയോഗ്രഫിയാണ് മൈ ലൈഫ് മൈ മ്യൂസിക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്ത എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന കുറച്ച് പേഴ്സൺസിന്റെ പേര് നോക്കാം. ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ നിഖിൽ ബാനർജി, അരവിന്ദ് പരീഖ്, ഷാഹിദ് പർവേസ്, ബുദ്ധാദിത്യ മുഖർജി, അപ്പൊ നിഖിൽ ബാനർജി, അരവിന്ദ് പരീഖ്, ഷാഹിദ് പർവേസ്, ബുദ്ധാദിത്യ മുഖർജി, അതുപോലെ തന്നെ അനുഷ്ക ശങ്കർ,
അനുഷ്ക ശങ്കർ. ദെൻ വിലായത്ത് ഖാൻ. വിലായത്ത് ഖാനൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ടേ. എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇതിൽ ഓരോ പേഴ്സൺസും നമ്മുടെ എക്സാമിന്റെ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. സോ എല്ലാവരും പഠിക്കുക. നിഖിൽ ബാനർജി, അരവിന്ദ് പരീഖ്, ഷാഹിദ് പർവേസ്, ബുദ്ധാദിത്യ മുഖർജി, അനുഷ്ക ശങ്കർ, വിലായത്ത് ഖാൻ എല്ലാവരും എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. നമുക്ക് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ലെത്തുമാർ ഹോളി ഈസ് പ്രൈമർലി സെലിബ്രേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ്. ലെത്തുമാർ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ലെത്തുമാർ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ ടിൻ സിറ്റി എന്നൊക്കെ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ടിൻ ടൗൺ എന്നൊക്കെ അറിയപ്പെടുന്ന 2 ടൗണുകളിലായിട്ടാണ്. ഓക്കെ, അപ്പോ ലെത്തുമാർ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ പറയുക ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ബർസാന ആൻഡ് നന്ദ്ഗാവ്. ഓക്കെ, അപ്പൊ ലെത്തുമാർ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്ന ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ 2 ടൗണുകളിലാണ്, ബർസാന ആൻഡ് നന്ദ്ഗാവ്. അപ്പൊ ലെത്തുമാർ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിൽ. ഉത്തർപ്രദേശിൽ എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ബർസാന ആൻഡ് നന്ദ്ഗാവ്. എവിടെയാണ്? ബർസാന ആൻഡ് നന്ദ്ഗാവ്. ഓക്കെ, അത് ഓർത്തിരിക്കാലോ. ഇത് കൂടാതെ ഉത്തർപ്രദേശിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന മറ്റു ഫെസ്റ്റിവൽ ആണ് നൗചാണ്ടി ഫെയർ, കജാരി മഹോത്സവ്. നോട്ട് ചെയ്ത് പഠിക്കണേ. അപ്പോ നൗചാണ്ടി ഫെയർ, കജാരി മഹോത്സവ് ഇതും ഏത് സ്റ്റേറ്റ് ആണ്? ഉത്തർപ്രദേശ് ആണ്. നമ്മൾ പറഞ്ഞ എങ്ങനെയാണ്? ലെത്തുമാർ ഹോളി സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ഥലങ്ങൾ പറഞ്ഞു, ബർസാന ആൻഡ് നന്ദ്ഗാവ്. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, ഉത്തർപ്രദേശിലെ മറ്റ് 2 ഫെസ്റ്റിവൽസ് ആണ് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. നൗചാണ്ടി ഫെയറും കജാരി മഹോത്സവും. ഓക്കെ, നൗചാണ്ടി ഫെയറും കജാരി മഹോത്സവും. നമുക്ക് 6th ക്വസ്റ്റ്യനിലേക്ക് പോവാം. When was Indian Hockey Federation established? അപ്പൊ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്നാണ്. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1925. ഓക്കെ, ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നാണ്? 1925. അതിനു മുന്നേ ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടു മുന്നത്തെ വർഷം 1924. അപ്പോൾ ഓർത്തോളുക, ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ആണെങ്കിൽ അത് 1924-ലും, ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ആണെങ്കിൽ അത് 1925-ലുമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ആണെങ്കിൽ 1924, ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ആണെങ്കിൽ 1925. ഓക്കെ, ദെൻ അടുത്തത്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് സൈഡ് ലൈൻ ഇൻ ഫീൽഡ് ഹോക്കി? അപ്പോൾ ഫീൽഡ് ഹോക്കിയിലെ സൈഡ് ലൈനിന്റെ ലെങ്ത് എത്രയാണ്? അതിന് ആൻസർ 91.4 ആണ്. എത്രയാണ്? 91.4. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയുന്നു. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1925-ലാണ്. ഓർക്കുക, ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ ആണെങ്കിൽ അത് 1924-ൽ, ഇന്റർനാഷണൽ ഹോക്കി ഫെഡറേഷൻ 1924-ൽ, ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ 1925-ൽ. ഫീൽഡ് ഹോക്കിയിലെ സൈഡ് ലൈനിന്റെ ലെങ്ത് എത്രയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 91.4. ഓക്കെ, നമ്മുടെ 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ് വാസ് പ്രോ കബഡി ലീഗ് എസ്റ്റാബ്ലിഷ്ഡ്? പ്രോ കബഡി ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്തത് ഏത് വർഷമാണ്? പ്രോ കബഡി ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം അത് 2014-ലാണ്. പ്രോ കബഡി ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എന്താണ്? 2014-ൽ. ഈ 2014-ൽ എന്തെങ്കിലും പ്രത്യേകത അറിയാമോ? നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ഇല്ലേ, സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം. ഓക്കെ, സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്താണ്? അത് 2014-ലാണ്. അപ്പൊ ഓർക്കുക, പ്രോ കബഡി ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2014-ൽ, സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്ന് തന്നെയാണ് 2014-ൽ തന്നെയാണ്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. പ്രോ കബഡി ലീഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം മറക്കണ്ട, 2014-ൽ. സച്ചിൻ ടെണ്ടുൽക്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്താണ്? 2014-ലാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോൺ ആസ് ക്യാപ്റ്റൻ കൂൾ? ക്യാപ്റ്റൻ കൂൾ എന്നറിയപ്പെടുന്ന ആരെയാണ്?
ക്യാപ്റ്റൻ കൂൾ. ക്യാപ്റ്റൻ കൂൾ എന്നറിയപ്പെടുന്ന ആരെയാണ്? മഹേന്ദ്ര സിംഗ് ധോണിയാണ്. MS ധോണി. ധോണിയാണ് എന്തെന്നറിയപ്പെടുന്നത്? ക്യാപ്റ്റൻ കൂൾ എന്നറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഹരിയാന ഹ്യൂരിക്കെയിൻ എന്നറിയപ്പെടുന്നത് ആരാ? ഹരിയാന ഹ്യൂരിക്കെയിൻ. ഹരിയാന ഹ്യൂരിക്കെയിൻ എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കപിൽ ദേവ്. ഓക്കെ, ഹരിയാന ഹ്യൂരിക്കെയിൻ എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരെയാണ്? കപിൽ ദേവിനെയാണ്. ഓക്കെ, ഇനി ദിങ് എക്സ്പ്രസ് ഒരുപാട് നാൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ദിങ് എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ദിങ് എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ദിങ് എക്സ്പ്രസ് അറിയപ്പെടുന്നത് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഹിമാദാസിനെയാണ്. അപ്പോ ദിങ് എക്സ്പ്രസ് അറിയപ്പെടുന്നത് ആരെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഹിമാദാസ്. ദെൻ അടുത്തെന്ന് പറയുമ്പോൾ ദിങ് എക്സ്പ്രസ് അറിയപ്പെടുന്ന ആള് ഹിമാദാസ്. ഇവിടുന്ന് ക്വസ്റ്റ്യൻ വന്നു, ഹിമാദാസ് ഏത് സ്റ്റേറ്റ് ആണ്? ഹിമാദാസ് ഏത് സ്റ്റേറ്റിൽ നിന്നാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ആസാമാണ് കേട്ടോ. അപ്പോ ദിങ് എക്സ്പ്രസ് അറിയപ്പെടുന്നത് ഹിമാദാസിനെ, ഹരിയാന ഹ്യൂരിക്കെയിൻ എന്നറിയപ്പെടുന്നത് കപിൽ ദേവിനെ, ഹിമാദാസ് ഏത് സ്റ്റേറ്റ് ആണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ആസാം. അങ്ങനെയാണെങ്കിൽ ഓർക്കുക, ആസാമിൽ നിന്ന് ഭാരതരത്ന കിട്ടുന്ന സിംഗർ ആണ് ആര്? ഭൂപൻ ഹസാരിക. ഓക്കെ, ഏത്? ഭൂപൻ ഹസാരിക. ഭൂപൻ ഹസാരിക ഏത് സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ ആസാമാണ്. ഭൂപൻ ഹസാരികയ്ക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അത് 2019 ഭൂപൻ ഹസാരിക ആസാമിൽ നിന്നുള്ള സിംഗർ ആണെന്ന് ഓർക്കുക. ഭൂപൻ ഹസാരികയ്ക്ക് ഭാരതരത്ന ലഭിക്കുന്ന വർഷം അത് 2019 ദെൻ ഭൂപൻ ഹസാരിക മറ്റൊരു പേരിലൂടെ അറിയപ്പെടുന്നുണ്ട്. അതും 2024 എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ഭൂപൻ ഹസാരികയാണ് സുധകാന്ത. അപ്പൊ സുധകാന്ത എന്ന് അറിയപ്പെടുന്ന ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഭൂപൻ ഹസാരിക. നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ക്യാപ്റ്റൻ കൂൾ എന്ന് അറിയപ്പെടുന്ന ആരെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ MS ധോണി. ഹരിയാന ഹ്യൂരിക്കെയിൻ എന്ന് അറിയപ്പെടുന്നത് കപിൽ ദേവ്. ദിങ് എക്സ്പ്രസ് എന്ന് അറിയപ്പെടുന്നത് ഹിമാദാസ് ആണ്. ഹിമാദാസ് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആസാം. അടുത്തത് ഭൂപൻ ഹസാരിക. ഇവിടെ ആസാം പറഞ്ഞുകൊണ്ട് കണക്ട് ചെയ്ത് പറഞ്ഞാണ്. ആസാമിൽ നിന്ന് ആളാണ് ആര്? ഭൂപൻ ഹസാരികയും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഭൂപൻ ഹസാരികയ്ക്ക് 2019 ഭാരതരത്ന ലഭിക്കുന്നു. സുധകാന്ത എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരെയാണ്? ഭൂപൻ ഹസാരിക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ്. നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മണിപ്പൂരിലാണ് കേട്ടോ. അങ്ങനെ തന്നെ പഠിക്കുക, നാഷണൽ സ്പോർട്സ് യൂണിവേഴ്സിറ്റി എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ മണിപ്പൂരിലാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മേ മൂവ് ഓൺലി ഡയഗണലി. ഡയഗണലി മാത്രം മൂവ് ചെയ്യുന്നത് ബിഷപ്പാണോ, നൈറ്റ് ആണോ, ക്യൂൻ ആണോ, റൂക്സ് ആണോ? ഡയഗണലി മാത്രം മൂവ് ചെയ്യുന്നത് ബിഷപ്പാണ് കേട്ടോ. അപ്പൊ ഇതിൽ ഓരോന്നിനെയും ടേമിനെ പറഞ്ഞിട്ട് ഇത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ബിഷപ്പ്, നൈറ്റ്, ക്യൂന്, റൂക്സ്. അപ്പോ നമുക്കറിയാം ടോട്ടൽ നമ്മുടെ ചെസ്സിൽ 32 പീസുകളാണ്. ഇതിലെ 16 എന്ന് പറയുന്നത് വൈറ്റും 16 എന്ന് പറയുന്നത് ബ്ലാക്കും ആണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം അല്ലേ? മൊത്തം എത്രയാണ്? 32 പീസസ് അല്ലെങ്കിൽ 32 സ്ക്വയേഴ്സ് ആണുള്ളത്. ഈ 16 8 പോൺസ് ആണുള്ളത്. 8 പോൺസ്. ഇനി 2 റൂക്സ്, 2 നൈറ്റ്സ്, 2 ബിഷപ്പ്, 1 കിങ്, 1 ക്യൂൻ. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ഡയഗണലി മാത്രം മൂവ് ചെയ്യുന്നത് ഏതാണ്? ബിഷപ്പാണ്. ടോട്ടൽ നമ്മുടെ ചെസ്സിലെ 32 പേജുകളാണുള്ളത്, 32 പീസസ് ആണുള്ളത്. അതിൽ 16 എന്ന് പറയുന്നത് വൈറ്റും 16 എന്ന് പറയുന്നത് ബ്ലാക്കും ആണ്. ടോട്ടൽ 16 8 എന്ന് പറയുന്ന പോൺസ്, 2 റൂക്സ്, 2 നൈറ്റ്സ്, 2 ബിഷപ്പ്, 1 കിങ് ആൻഡ് 1 ക്യൂൻ. ഓക്കെ, 11th ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, who among the following was a poet who won the Nobel Prize for Literature 1930? 1930 ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് ലഭിക്കുന്നത് ആർക്കാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രവീന്ദ്രനാഥ ടാഗോർ. ആർക്കാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് 1930 ലിറ്ററേച്ചറിന് നോബൽ പ്രൈസ് ലഭിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്,
നാഷണലിസം എന്ന് പറയുന്ന ബുക്ക് ആരുടെയാണ്? ഓക്കെ, നാഷണലിസം എന്ന് പറയുന്ന ബുക്ക് ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രവീന്ദ്രനാഥ് ടാഗോറിന്റെയാണ്. നാഷണലിസം എന്ന് പറയുന്ന ബുക്ക് ആരുടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ രവീന്ദ്രനാഥ് ടാഗോറിന്റെയാണ്. ദെൻ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഗാൽ പഗൂച്ച. എന്താണ്? ഗാൽ പഗൂച്ച. അപ്പൊ ഈ ഗാൽ പഗൂച്ച എന്ന് പറയുന്നത് ഇത് ആരെഴുതിയതാണ്? ടാഗോർ എഴുതിയതാണ്. ആരെഴുതിയാണ്? ടാഗോർ എഴുതിയതാണ്. അപ്പൊ ഈ ഗാൽ പഗൂച്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കളക്ഷൻ ആയിട്ടുള്ള ഗാൽ പഗൂച്ച എന്ന് പറയുന്നത് എന്താണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ഗാൽ പഗൂച്ച എന്ന് പറയുന്നത് എന്താണ്? അത് ഷോർട്ട് സ്റ്റോറീസ് ആണ്. ഗാൽ പഗൂച്ച എന്ന് പറയുന്നത് എന്താണ്? അത് ഷോർട്ട് സ്റ്റോറീസ് ആണ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയുന്നു. നോബൽ പ്രൈസ് 1930 ലിറ്ററേച്ചർ ലഭിക്കുന്ന ആർക്കാണെന്ന് വെച്ചാൽ അതിന് ആൻസർ രവീന്ദ്രനാഥ് ടാഗോർ ആണ്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ബുക്കാണ് നാഷണലിസം എന്ന് പറയുന്നത്. ഗാൽ പഗൂച്ച എന്ന് പറയുമ്പോൾ ടാഗോറിന്റെ ഷോർട്ട് സ്റ്റോറീസിന്റെ ഒരു കളക്ഷൻ ആണ്. അപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സുകൾ എക്സ്ട്രാ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇൻ നവംബർ 2021 the government declared November 15 as Janjariya Gaurav Divas. It happens to be the birth anniversary of which of the following freedom fighters? അപ്പൊ നവംബർ 15 ജൻജതീയ ഗൗരവ് ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഏത് ഫ്രീഡം ഫൈറ്ററിന്റെ ബർത്ത് ആനിവേഴ്സറി ആണ് ജൻജതീയ ഗൗരവ് ദിവസമായിട്ട് നവംബർ 15 ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്? ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ബിർസ മുണ്ട. ഓക്കെ, അപ്പൊ ബിർസ മുണ്ടയുടെ ബർത്ത് ആനിവേഴ്സറി ആണ് നവംബർ 15 ജൻജതീയ ഗൗരവ് ദിവസമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബിർസ മുണ്ടയുടെ ബർത്ത് ആനിവേഴ്സറി ആണ് ജൻജതീയ ഗൗരവ് ദിവസമായിട്ട് നവംബർ 15 എന്ത് ചെയ്യുന്നത്? സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഉസ്താദ് ഹസൂഖ് ഖാൻ വാസ് വൺ ഓഫ് ദി ഫൗണ്ടിംഗ് മെമ്പർ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഘരാന. അപ്പൊ ഉസ്താദ് ഹസൂഖ് ഖാൻ ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്തു? അതാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3 പേരുടെ പേരങ്ങ് പഠിച്ചു വെച്ചോ. 3 പേരുടെ പേര് ഒരുമിച്ച് പഠിച്ചോളുക. ഉസ്താദ് ഹസൂഖ് ഖാൻ, ഉസ്താദ് ഹഡ്ഡു ഖാൻ, ഉസ്താദ് ഹസൂഖ് ഖാൻ, ഉസ്താദ് ഹഡ്ഡു ഖാൻ, ഉസ്താദ് നാത്തു ഖാൻ. ഉസ്താദ് ഹസൂഖ് ഖാൻ, ഉസ്താദ് ഹഡ്ഡു ഖാൻ, ഉസ്താദ് നാത്തു ഖാൻ. ഉസ്താദ് ഹസൂഖ് ഖാൻ, ഉസ്താദ് ഹഡ്ഡു ഖാൻ, ഉസ്താദ് നാത്തു ഖാൻ. ഇവര് 3 പേരും ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? ഗോളിയോർ ഘരാനയാണ്. ഓക്കെ, അപ്പൊ ഉസ്താദ് ഹസൂഖ് ഖാൻ, ഉസ്താദ് ഹഡ്ഡു ഖാൻ, ഉസ്താദ് നാത്തു ഖാൻ ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഗോളിയോർ ഘരാനയാണ്. ഉസ്താദ് ഹസൂഖ് ഖാൻ, ഉസ്താദ് ഹഡ്ഡു ഖാൻ, ഉസ്താദ് നാത്തു ഖാൻ ഏത് ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഗോളിയോർ ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ who was the founder of ബനാറസ് ഘരാന ഓഫ് കഥക്? ഓക്കെ, അപ്പൊ ഈ കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഘരാനാസ് ഏതൊക്കെയാ? ബനാറസ് ഘരാന ഉണ്ടല്ലേ? ഏതൊക്കെയാണ്? ബനാറസ് ഘരാന. ഈ 3 പ്ലേസുകൾ ഒരു തവണ ചോദിച്ചു കണ്ടേ കേട്ടോ. ബനാറസ് ഘരാന, ജയ്പൂർ ഘരാന, അതുപോലെ തന്നെ ലക്നൗ ഘരാന. ഓക്കെ, ബനാറസ് ഘരാന, ജയ്പൂർ ഘരാന, ലക്നൗ ഘരാന എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അപ്പം ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ബനാറസ് ഘരാന ഓഫ് കഥക്കിന്റെ ഫൗണ്ടർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ജാനകി പ്രസാദ് ആണ്. ബനാറസ് ഘരാന ഓഫ് കഥക്കിന്റെ ഫൗണ്ടർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ജാനകി പ്രസാദ് ആണ്. ലക്നൗ ഘരാന ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ അല്ലെങ്കിൽ ലക്നൗ ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് ആര്? നമ്മുടെ പണ്ഡിറ്റ് ബിർജു മഹാരാജ് അല്ലേ? പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് ഘരാനയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ലക്നൗ ഘരാന. പണ്ഡിറ്റ് ബിർജു മഹാരാജ് ഏത് ഘരാനയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കാ ബിന്ദാദിൻ ലക്നൗ ഘരാന. കൽക്കാ ബിന്ദാദിൻ ലക്നൗ ഘരാന. ഓക്കെ, അപ്പൊ ഓർക്ക ബനാറസ് ഘരാന ഓഫ് കഥക് ഫൗണ്ടർ ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ജാനകി പ്രസാദ് ആണ്. ബനാറസ്, ജയ്പൂർ, ലക്നൗ ഇതെല്ലാം കഥക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഘരാന പ്ലേസുകളാണ്.
ലക്നൗ ഘരാനയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ആര്? പണ്ഡിറ്റ് ബിർജു മഹാരാജ്. ഇല്ലെങ്കിൽ പണ്ഡിറ്റ് ബിർജു മഹാരാജ് നമ്മൾ എന്താ പറയുന്നത്? കൽക്ക ബിന്ദാദിൻ ലക്നൗ ഘരാന. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. MJ മ്യൂസിക് അവാർഡ് ഈസ് പ്രസന്റഡ് ആനുവലി ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്? MJ മ്യൂസിക് അവാർഡ് നൽകുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? പ്രസന്റ് ചെയ്യുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? അതിന് ആൻസർ നാഗാലാൻഡ് ആണ്. ഓക്കെ, അപ്പൊ MJ മ്യൂസിക് അവാർഡ് നൽകുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ നാഗാലാൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ? ഈ ക്വസ്റ്റ്യനിലെ ഫാക്റ്റുകൾ ഉൾപ്പെടെ നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, വിച്ച് അവാർഡ് വാസ് സ്റ്റാർട്ടഡ് ബൈ ദി ഗവൺമെന്റ് ഓഫ് മധ്യപ്രദേശ്? സ്റ്റാർട്ട് ചെയ്യുന്നത് മധ്യപ്രദേശ് ഗവൺമെന്റ് ആണെന്ന് മനസ്സിലായി. ഏത് വർഷമാണെന്ന് അറിയണം? 1980. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കാവുന്ന വിച്ച് അവാർഡ് വാസ് സ്റ്റാർട്ടഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് മധ്യപ്രദേശ് ഇൻ 1980 ടു ദ എക്സ്പൊണൻസ് ഓഫ് ഹിന്ദുസ്ഥാൻ ക്ലാസിക്കൽ മ്യൂസിക്. അപ്പോൾ മധ്യപ്രദേശ് ഗവൺമെന്റ് 1980 ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക് എക്സ്പൊണൻസിന് നൽകുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്ത അവാർഡ് ഏതാണ്? ആൻസർ താൻസൻ സമ്മാൻ അവാർഡ്. ഇവിടെ ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, താൻസൻ സമ്മാൻ അവാർഡ് നൽകുന്ന സ്റ്റേറ്റ് ഏതാണ്? ആൻസർ മധ്യപ്രദേശ്. താൻസൻ സമ്മാൻ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വർഷം 1980 ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. അത് ആർക്കാണ് നൽകുന്നത്? ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ മ്യൂസിക്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒന്നുകൂടി പറയുന്നു, 1980 ഹിന്ദുസ്ഥാനി ക്ലാസിക് മ്യൂസിക് എക്സ്പൊണൻസിന് നൽകുന്നതിന് വേണ്ടിയിട്ട് മധ്യപ്രദേശ് ഗവൺമെന്റ് ആണ് താൻസൻ സമ്മാൻ അവാർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് ശ്രദ്ധിച്ചിരുന്നോ? 1980 മധ്യപ്രദേശ് ഗവൺമെന്റ് ഹിന്ദുസ്ഥാനി ക്ലാസിക് മ്യൂസിക് എക്സ്പൊണന്റ് ആയിട്ടുള്ളവർക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള അവാർഡാണ് താൻസൻ സമ്മാൻ അവാർഡ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കചാരി മഹോത്സവ്, ഇത് ഓൾറെഡി ഉത്തർപ്രദേശിലെ ലത്തുമാർ ഹോളി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. കചാരി മഹോത്സവ് is primarily celebrated in which of the following district of ഉത്തർപ്രദേശ്? അപ്പൊ അറിയുക, കജാരി മഹോത്സവ് ചിലപ്പോൾ ഡയറക്ട്ലി ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ചോദിക്കുക, ഉത്തർപ്രദേശ്. പക്ഷെ കണ്ടോ, ഉത്തർപ്രദേശിൽ എവിടെയാണെന്ന് ചോദിച്ചു? മിർസാപൂർ. ഓക്കെ, അപ്പൊ കജാരി മഹോത്സവ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ മിർസാപൂർ. ഓക്കെ, അടുത്തത് നവരാത്രി ഫെസ്റ്റിവൽ. നവരാത്രി ഫെസ്റ്റിവൽ ഈസ് ഡെഡിക്കേറ്റഡ് ടു ഗോഡസ് ദുർഗ. ഓക്കെ, അപ്പൊ നവരാത്രി ഫെസ്റ്റിവൽ ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഗോഡസ് ദുർഗയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അട്ലാട്ടാടി ഈസ് വൈഡ്ലി സെലിബ്രേറ്റഡ് ഫെസ്റ്റിവൽ ഓഫ് വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ്? ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലെ ഫെസ്റ്റിവൽ ആണ് അട്ലാട്ടാടി? അട്ലാട്ടാടി എന്ന് പറയുമ്പോൾ അട്ലാട്ടാടി ആന്ധ്രാപ്രദേശ്. കേട്ടോ, അട്ലാട്ടാടി ആന്ധ്രാപ്രദേശ്. ഇവിടെ ആന്ധ്രാപ്രദേശിലെ ഒരു ഫെസ്റ്റിവൽ കൂടി ഓർത്തോളുക, റൊട്ടേല പാണ്ടുക. ഇതും റീസെന്റ് ചോദിച്ചു കണ്ടു, റൊട്ടേല പാണ്ടുക. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എഴുതാം, റൊട്ടേല പാണ്ടുക. റൊട്ടേല പാണ്ടുക. റൊട്ടേല പാണ്ടുകയും എവിടെയാണ്? ആന്ധ്രാപ്രദേശിൽ. അപ്പൊ അട്ലാട്ടാടി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആന്ധ്രാപ്രദേശിൽ. അപ്പോൾ ഓർത്തോളുക, റൊട്ടേല പാണ്ടുകയും എവിടെയാണ്? ആന്ധ്രാപ്രദേശിൽ. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫെസ്റ്റിവൽ ഈസ് പ്രൈമർലി സെലിബ്രേറ്റഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് ഒഡീഷ? ഒഡീഷയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്? നമുക്ക് ഓപ്ഷൻസ് ചെയ്ത് വരാം. മേഡം മേഫി ഫെസ്റ്റിവൽ ആണെങ്കിൽ എവിടെയാണ്? ആസാമിലാണ്. ചാത് പൂജ ഡെഡിക്കേറ്റഡ് ടു സൺ ആൻഡ് ഹിസ് വൈഫ് ഉഷ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ബീഹാറിൽ. ബൈശാഖു ഫെസ്റ്റിവൽ എവിടെയാണ്? അതും ആസാമിലാണ്. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? രാജപർവ. രാജപർവ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഒഡീഷ. ഓക്കെ, രാജപർവ സെലിബ്രേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഒഡീഷയിലാണ്. ചാത് പൂജ ആണെങ്കിൽ ബീഹാറിൽ, മേഡം മേഫി ആണെങ്കിൽ എവിടെയാണ്? ആസാമിൽ. രാജപർവ എവിടെയാണ്? ഒഡീഷ. ഓക്കെ, രാജപർവ എവിടെയാണ്? ഒഡീഷയിൽ. ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫാക്റ്റുകളും കൃത്യമായിട്ട് പഠിക്കുക. ഇതുപോലെ തന്നെ നമുക്കറിയാം നമ്മളൊരു സീരീസ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത ക്ലാസ്സിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഇതിന്റെ ബാക്കിയായിട്ട് വരുന്നുള്ള ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫാക്റ്റുകളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.